അയ്യോ ഇത് ഭയങ്കര ചെറുതാ, ഭയങ്കര ചെറുതാണ്. കുറച്ച് കടന്ന കൈയായി പോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇടണോ? ഇതെന്റെ മൂക്ക് കൊടുക്കാം. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ, കാരണം എൻ്റെ ഒരുപാട് ക്രോപ്പ് ടോപ്സ് ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ഇന്നും ആയിട്ടാണ് കേട്ടോ വന്നത്. ഇത്രയെണ്ണം ഒരുമിച്ച് വരുന്ന ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതിനകത്ത് ഒരെണ്ണം ഒഴികെ ബാക്കിയൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് വൺ എൻ്റെ കൈ കിട്ടിയത് ഞാൻ എല്ലാം ഒന്ന് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇതെനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഗ്രീൻ, ഒരു ഒലീവ് ഗ്രീൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ കളർ ഇല്ല, ഈ ഒരു പച്ച എനിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്ത കളറിനെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ എപ്പം നോക്കിയാലും ബ്ലാക്ക് ബ്ലാക്ക് എന്നുള്ള ഒരു ഭ്രാന്തി ഞാൻ കുറച്ചൊന്ന് വിടാൻ പോവാണ്. അയ്യോ ഇത് ഭയങ്കര ചെറുതാ, ഭയങ്കര ചെറുതാണ്. കുറച്ച് കടന്ന കൈയായി പോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇടണോ? എക്സൽ നമ്മൾ മീഷോന്ന് ക്രോപ്പ് ടോപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും വലിയ സൈസ് തന്നെ നോക്കി എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ കറക്റ്റ് സൈസ് നോക്കി ലാർജ് അല്ലെങ്കിൽ മീഡിയം നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറുതായിപ്പോൾ ഞാൻ ആ കൂട്ടത്തിലുള്ളതിലും വെച്ചിട്ട് ഏറ്റവും വലുത് തന്നെ എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ ഏതാണ് വരുന്നത് വെച്ചാൽ അത്. പക്ഷെ എന്നിട്ട് പോലും വന്നത് കണ്ടു, ഇതാണ്. അയ്യോ ആദ്യം തന്നെ പാളിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നോക്കട്ടെ, ഇട്ടിട്ട് കാണിക്കണോ വേണ്ടത് ഞാൻ പിന്നെ തീരുമാനിക്കാം. 199 രൂപയാണ് എൻ്റെ ഒറിജിനൽ പ്രൈസ്. എനിക്ക് 170 കിട്ടിയത്. ഇതിൻ്റെ കോളറിനൊക്കെ സ്ലീവും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലോത്തൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ചെറിയ പെൺപിള്ളേർക്കൊക്കെ പറ്റിയൊരു ടോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മോഡൽസിനൊക്കെയാണ് ഇത് ഓക്കെ ആയിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക്. ഞാൻ വിടൂല എന്തൊക്കെ പറഞ്ഞാലും, ബ്ലാക്കില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എന്ത് ചെയ്യാനാ? ഇത് കൊള്ളാട്ടോ. ഇത് ഭയങ്കര നൈസാണ്. നമ്മൾ അടിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഇടുക തന്നെ വേണം. ഒരു പെറ്റിക്കോട്ടിന്റെ ഒരു അത്യാവശ്യം ഞാൻ കാണുന്നു. കുറച്ച് തിന്നാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട് താഴേക്ക്. വല്ലാതെ ഇറുകി പിടിച്ച് നിൽക്കുന്നതും അല്ലാന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. 212 രൂപയുടെ ടോപ്പ് എനിക്ക് 184 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. ഇത് കാണുന്നത് പോലെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഭയങ്കര തിന്നാണ്, ഉള്ളിൽ വേറെ ടോപ്പ് ഇടേണ്ടി വരും നോക്കിയാണ്. പക്ഷേ ഇത് ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ എനിക്ക് ഉള്ളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ടോപ്പാണ്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി പൊട്ടിച്ചൊരെണ്ണുണ്ട്. അത് എനിക്ക് കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ കളർ ഇല്ല. എനിക്ക് ഇങ്ങനത്തെ പിങ്ക് ഒക്കെ ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, പക്ഷെ ഇതുപോലത്തെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ എനിക്കില്ല. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ക്രോപ്പ് ടോപ്പ് അത്ര പോലെയല്ല, നല്ല രസമുണ്ട്. ഇങ്ങനെ ഈ സ്ലീവ് ഒക്കെ കണ്ട് അങ്ങനെ പഫായിട്ട് അങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടോപ്പാണ് കേട്ടോ. എനിക്ക് 170 രൂപയ്ക്കാണ് ഈ ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്ലീവാണ് ഏറ്റവും ഹൈലൈറ്റ്. ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ എന്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പിങ്കാണ് സെലക്ട് ചെയ്തത്. എനിക്ക് എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ എന്തായാലും ഇത് കയ്യിൽ വെക്കാൻ പോവാണ്. എല്ലാത്തിനും കൂടി ചേരും, ജീൻസിനായാലും സ്കേർട്ടിനായാലും ഒക്കെ ഇതൊക്കെയാണ്. സൂപ്പർ ടോപ്പ്. ഇത് അഗൈൻ ഒരു പീച്ചില് ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഈ ഫ്ലോറൽ വർക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടല്ലേ അങ്ങനത്തെ കാണാൻ വേണ്ടിയിട്ട്. പ്ലെയിനും ഇഷ്ടമാണ്, പക്ഷെ ഫ്ലോറലിൽ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട്. അതാണ്, ക്യൂട്ട്നെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇത് കൊള്ളാം. ലെങ്ത് കുറവാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് സ്ലീവ് നോക്ക്, നല്ല ഭംഗിയില്ലേ? ഓക്കെ. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് സ്കേർട്ടിന്റെ കൂടെ തന്നെ കേട്ടോ സ്റ്റൈൽ ചെയ്യുന്നത്. എനിക്ക് വേറെ ജീൻസിന്റെ കൂടെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. സ്കേർട്ടിന്റെ കൂടെ ഇട്ട് നോക്കാം. ഓക്കെ. 188 രൂപയുടെ ടോപ്പ് എനിക്ക് 160 രൂപയ്ക്കാണ് കിട്ടിയത്. ജോർജറ്റ് മെറ്റീരിയലാണ്, നല്ല സ്ലീവാണ്, കുറച്ച് ടൈറ്റാണ്, ലെങ്ത്തും കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല മെലിഞ്ഞവർക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. എനിക്കിത് അത്ര സ്യൂട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തായാലും കാണാനൊരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട്, നല്ല ക്ലോത്താണ്, നല്ല ബ്രീത്തബിൾ ആണ്. എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ. And the next one, പിങ്ക് ആണോ പീച്ചാണോ? പീച്ച്, സോറി, പീച്ച്. അപ്പം ഇതാണ് എൻ്റെ അടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊരു കോട്ട് പോലെയുള്ളതാണ്. ഒരു ഉള്ളിലൊരെണ്ണം, പിന്നെ ഒരു കോട്ട് പോലത്തെ അങ്ങനത്തെ കണ്ടതാണ്. നല്ല നൈസ് മെറ്റീരിയൽ ആട്ടോ. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും എല്ലാം അടിപൊളിയാണ്. നല്ല സുഖം ഉണ്ടാവും ഇടാൻ വേണ്ടിയിട്ട്. അയ്യോ ഇതെന്റെ മൂക്ക് കൊടുക്കാം.
മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ഞാൻ ഓർഡർ ചെയ്യുന്നൊന്നും കിട്ടുന്ന എങ്ങനെയായിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ. കോട്ട് കൊള്ളാം, ഇതിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. ഓക്കെ, സിബ് വരുന്നുണ്ട്. മിക്കവാറും സിബ് ഇടേണ്ടി വരും, തുറന്നിട്ടിരിക്കുന്നത് നല്ലെല്ലാം തോന്നുന്നു ആ ടോപ്പിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞാനിത് ഇട്ട് നോക്കാം കേട്ടോ. എനിക്ക് എല്ലാം ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല. ക്രോപ്പ് ടോപ്പിനോട് എനിക്ക് വലിയ അത്യാവശ്യം പേടിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. കൂട്ടത്തിൽ വെച്ച് കുറച്ച് പ്രൈസ് കൂടുതൽ ഇതിനാണ് കേട്ടോ. ഇതിന് 220 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. ഇതുപോലെ തന്നെ ഈ കോട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇടുമ്പോൾ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഉള്ളിൽ കുറച്ച് ടൈറ്റാണ് അത്, അതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടാൽ ഓക്കെയാണ്. അല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് ജീൻസിനാണ് ഇത് കൂടുതൽ ചേരുക. പാൻസിൻ്റെ കൂടെയാണ് പോവുക, സ്കർട്ടിൻ്റെ കൂടെ അത്ര മാച്ചല്ല. പിന്നെ കളറും ഓക്കെയാണ്, നല്ല മെറ്റീരിയലാണ്, ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ്. എന്താ പറയുക, നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതൊക്കെ കൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത ഇതാണ് വൈറ്റ്. അമ്മ മോനെ, എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. പക്ഷെ എന്താ ഈ വൈറ്റിനൊക്കെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രാവശ്യം ഇടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നും മങ്ങിപ്പോവാറുണ്ട്. അയ്യോ, ഇതും ഭയങ്കര ചെറുതാട്ടോ. എന്തായാലും നല്ല മെലിഞ്ഞൊക്കെ ആൾക്കാർക്കാണ് ഇത് കുറച്ച് നല്ലത്. നല്ല തടിയൊക്കെ ഉള്ളവർ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോണ്ട. നിങ്ങൾ നല്ല, ഞാനും പോണ്ട. ഇതാ നോക്കൂ, ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ബാക്കിൽ ഇങ്ങനെ കെട്ടുന്നത്, ഈ ഒരു കെട്ടൊക്കെ ആയിട്ട് വരുന്നതാണ്. കൊള്ളാം. വയറൊക്കെ വല്ലാണ്ട് കാണൂ. ഇട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടോപ്പ്. ഇത് 165 രൂപയുള്ള 140 ഞാൻ വാങ്ങിയത്. ആ ഒരു പൈസയ്ക്ക് ഈ ഒരു ടോപ്പ് എന്ന് വെച്ചാൽ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നല്ല രസമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും കൂടി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.